ഹായ് ഫ്രണ്ട്സ്, ജേബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഇന്ന് നമ്മൾ പണ്ട് ഒരു കറക്കി ചിക്കൻ എന്ന് പറഞ്ഞ ഒരു ചിക്കൻ ഉണ്ടാക്കി, മൂഞ്ചി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളൊന്ന് ഉഷാറാക്കിയാണ് ടൈമൊക്കെ പിടിച്ചെടുക്കുക കേട്ടോ. നമ്മളെ ചിക്കൻ അവിടെ കെഗ്ഗൊക്കെ ഉഷാറാക്കിയതാണ്, നമുക്കൊന്ന് വിരട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, നല്ല ആയത്തിലൊന്ന് വിരട്ട് സെറ്റാക്കി വെക്കാം. ഏകദേശം 2 ചിക്കനായിട്ട് നമ്മൾ എടുത്തത്. നമുക്ക് ആയത്തിലൊന്ന് വരടാം, മസാലൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കണം. ചെറുതാക്കി വരട്ട് കേട്ടോ. ഞാൻ 2 ചിക്കൻ വരെ നമുക്കൊന്ന് വരട്ട് സെറ്റാക്കി വെക്കാം. അങ്ങനെ ഏകദേശം 2 ചിക്കൻ നമ്മൾ നല്ല വരട്ടൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കാശ്മീരി ചില്ലി കേട്ടോ, 2 സ്പൂൺ കേട്ടോ. ഗരം മസാല 1.5 സ്പൂൺ കേട്ടോ. ഏകദേശം 2 ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ 1.5 സ്പൂൺ ഉള്ളത്. മല്ലിച്ചപ്പ് കേട്ടോ, ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത്യാവശ്യം വെളുപ്പുള്ള കേട്ടോ, പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് പാകത്തിനനുസരിച്ച് എടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒരല്പം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ചൊക്കെ ലൂസ് ഉണ്ടായിക്കോട്ടെ നമ്മൾ മസാല. ഏതായാലും നമുക്ക് കറക്കി ചൂടാളല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു ലൂസൊക്കെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ മസാല താപ്പടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ മേലൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ആ ഉള്ളിലേക്കൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് തേമ്പി കൊടുക്കാം കേട്ടോ. നല്ലോണം തേച്ച് തന്നെ പിടിപ്പിക്കാം. നമ്മളെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് മസാല ഒന്ന് ഇറക്കി കൊടുക്കട്ടോ. ഇനി എന്ത് ചെയ്യാം, മറ്റേ ചിക്കൻ മേലൂടെ ഒന്ന് ആഡ് ചെയ്യാം. നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചൊന്ന് കുട്ടപ്പനാക്കിയെടുക്കാം. അങ്ങനെ ചിക്കൻ തേച്ച് ഇവിടെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഇത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് കനലൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം. കനലെന്ത് ചെയ്യുക, നമ്മൾ പാക്ക് വാങ്ങിയത് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ കനലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇവിടെ പണ്ട് നമ്മൾ ആദ്യം ഇവിടെ ചുട്ട് വെച്ചത് കഴിഞ്ഞിട്ട് നമ്മളെ കാട ചുട്ട് വെച്ചില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആദ്യമുള്ള കനൽ ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടായിനി. ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. കർപ്പൂരം കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കാം. കത്തിച്ച് ഒന്ന് കനലൊക്കെ ഒന്ന് ശരിക്കൊന്ന് കത്തിക്കോളൂ കേട്ടോ. നമ്മളെ കനലിലാണ് നമ്മളെ ചിക്കനൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കത്തി ഒന്ന് റെഡി ആയിക്കോട്ടെ. അങ്ങനെ തീ നല്ലോണം കത്തുണ്ട്. നമ്മൾ കനലിന് കുറച്ച് ചിരട്ട ഉപയോഗിച്ച് കേട്ടോ, നല്ല കത്തി പിടിക്കാനും വേണ്ടി. ഇനി എന്ത് ചെയ്യാം, നമ്മളെ ബാക്കി ആ ചിക്കൻ നമുക്ക് ആ കോലുമൊന്ന് ചേർത്താണ്ട് ഒന്ന് വരാം. അപ്പോൾ ഇതൊന്ന് കത്തി പിടിച്ചോട്ടെ.
അങ്ങനെ നമ്മൾ ആ മസാല ഒക്കെ പിടിച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല പിടിച്ചിട്ട് വിചാരിക്കണേ ഇത് നമ്മൾ പച്ചമുളക് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്താണ്ട് ഒന്ന് കയറ്റാണ്ട് കേട്ടോ, ഒന്ന് കെട്ടി ഉഷാറാക്കാണ്ട്. ഇതൊന്ന് പതുക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് കെട്ടി ഒന്ന് ഉഷാറാക്കാം കേട്ടോ. അതേമാതിരി രണ്ടും ഒന്ന് കയറ്റാം. ചിക്കൻ അങ്ങനെ കയറ്റി ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്തൊന്ന് കെട്ടി ഉഷാറാക്കാം. ആദ്യം കാലൊന്ന് കെട്ടിട്ട് നമ്മൾ കമ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. എന്ത് ചെയ്യുക, മുളമ്പലൊന്ന് കെട്ടി ഉഷാറാക്കാം. അതേപോലെ തന്നെ ഒന്ന് കൈയൊക്കെ ഒന്ന് കെട്ടി ഉഷാറാക്കിയെടുക്കാം. ടൈറ്റിൽ കയറ്റിട്ടോ. അതേപോലെ തന്നെ കൈ ഒന്ന് കെട്ടിയെടുക്കണം. അത് ഓപ്പോസിറ്റ് മറിച്ചാണ്ട് കൈ നേരെ ആദ്യം കൈമേലൊരു കെട്ട് കിട്ടും. എന്നിട്ട് ഒന്ന് നമ്മളെ മുളൻ്റെ ഉള്ളിൽ കൂടെ ഒരു കെട്ട് ഒന്ന് കെട്ടിയിടും. ഇനി ഒന്ന് ഊരി പോരാതെ വെക്കാൻ കേട്ടോ, കാരണം നമ്മൾ കനലിലേ ചുട്ടെടുക്കൊണ്ട് ഇതിങ്ങനെ റൗണ്ട് തേക്കാനുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ തലഭാഗം ഒന്ന് കെട്ടിയെടുക്കാം. എല്ലാം മുറുക്കി കെട്ടണ്ട, കാരണം നമ്മൾ ആ റൗണ്ട് ഇങ്ങനെ തിരിക്കുമ്പോഴേ ഊരി പോരരുത്. പിന്നെ അവസാനം ഒന്നായിട്ട് കനലിലെത്തി വരരുത്, അതാണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടണം. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ കയ്യൂടിയും കെട്ടിയാൽ നമ്മളെ സംഗതി റെഡി. പിന്നെ കനൽക്കണ്ട് വെച്ചാൽ മതി. കൈ അങ്ങനെ കെട്ടിയെടുക്കാം. അങ്ങനെ ഏകദേശം അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ. ഇനി ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിരിയണം. അപ്പോൾ നമ്മൾ കനൽ റെഡി ആക്കി വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ചിക്കൻ അവിടെ കൊണ്ടുപോയി വെക്കാം. നമ്മളെ ചിക്കൻ ഒന്ന് കനലിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. ഇതൊന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ റൗണ്ട് ഇങ്ങനെ പതുക്കെ തിരിക്കാം. അപ്പോഴേ എല്ലായിടത്തും ആവുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ചിക്കൻ ഇങ്ങനെ കറക്കി കൊടുക്കാം കേട്ടോ, എന്നാലേ നമ്മൾ ആ വേവിനനുസരിച്ച് എല്ലായിടത്തും ഇങ്ങനെ ആവുള്ളൂ. കനലിൽ ഇങ്ങനെ ചുട്ടെടുക്കണം, ടൈം പിടിക്കും. എന്നാലും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. ഏതായാലും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആയിക്കോട്ടെ. ഒരു 1.5 മണിക്കൂർ എങ്ങനെയാലും നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ടൈം എങ്ങനെ പിടിക്കും. കാന്താരി മുളകും അതേമാതിരി കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്തുകൊണ്ട് ജാറിലിട്ടൊന്ന് അരച്ചെടുത്താൽ കേട്ടോ. ഒന്ന് ഇതിമക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. രണ്ട് ചിക്കൻ വരെ ഇങ്ങനെ ആഡ് ചെയ്തെടുക്കാം. ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ചിക്കൻ ഇതാ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്താ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അത് എടുത്ത് ഒഴിവാക്കി ഇതിൻ്റെ ആ അലൂമിനിയത്തിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കിയാണ്ട് ഒന്നിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ആ കോലൊക്കെ ഒന്ന് ഊരി വെച്ചാണ്ട് ചിക്കൻ വേറെ വെക്കാം. വേറെ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളാ ടൈം പിടിച്ചുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ആയത്. അലൂമിനിയത്തിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കാം.
അങ്ങനെ അലൂമിനിയത്തിൻ്റെ കമ്പി നമ്മളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമ്മളെ ഈ മുളൊന്ന് ഊരിയെടുക്കാം. അത് പതുക്കെ അങ്ങനെ ഒഴിവാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടല്ലേ അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉണ്ടോ? മോനെ ഏതായാലും നമുക്കൊന്ന് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ചെറിയ ഡിസൈനുകളൊക്കെ ആക്കി വെച്ചാണ് കേട്ടോ. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതേപോലെ ക്യാരറ്റൊക്കെ ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ആക്കി. നമുക്കൊന്ന് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. സംഗതി ഇങ്ങനെ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളമുണ്ട്. ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞാണ്ട് നമുക്ക് ഒന്ന് സെറ്റാക്കാം. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ കാര്യത്തിനും നമ്മളെ സഹായത്തിനൊക്കെ ഉള്ള ആൾക്കാരാണ്. അതായത് നമുക്കൊന്ന് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളമുണ്ട്. എന്നാൽ കഴിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട്? കഴിച്ചോട്ടെ. അടിപൊളി. ചിക്കനൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കിയാണ്ട് ഇങ്ങനെ അങ്ങനെയുണ്ട്. അതാടാ വേവിൻ്റെ ഉഷാറാട്ടോ. നമ്മളെ ചിക്കൻ്റെ കാരൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിൽ പറയും. ഏതായാലും ഇത് ഫുള്ളൊക്കെ കഴിച്ച് തീർക്കാണ്ട്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതൊക്കെ ഒന്ന് കഴിച്ച് ഉഷാറാക്കട്ടെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.